ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞാനെന്ത് ഓസ്കി പഠിക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് ഒരു കോഡായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കോഡ് വെച്ചിട്ട് ഓസ്കി ഭയങ്കര രസകരമായിട്ട് പഠിക്കാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളുടെ ചാനലിൻ്റെ പേരാണ് KL44 മല്ലൂസ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലിട്ട് കിടക്കാം. സ്പൈസ് അതാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നേക്കുന്ന കോഡ് SPHICE. അപ്പോൾ ഇതെന്താണെന്നും ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഞാൻ പറയാവേ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാം, ഈ സ്പൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എല്ലാ സ്കിൽ സ്റ്റേഷനിലും ഉപയോഗിക്കുന്ന കാര്യമാണ്. അതിനകത്ത് എന്ന് പറഞ്ഞത് സേഫ്റ്റിയാണ് ഉദ്ദേശിക്കുന്നത്. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബ്ലഡ് സ്പില്ലേജോ മെർക്കുറി സ്പില്ലേജോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ, നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട് സേഫ് ആണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് സേഫ്റ്റി എന്ന് പറയും. അടുത്തത് P എന്ന് പറയുന്നത് പ്രൈവസിയാണ്. അതായത് നമുക്കറിയാം, നമുക്ക് ഇവിടെയൊക്കെ പ്രൈവസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മുടെ ഓസ്കി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പേഷ്യൻറ്റിന് എപ്പോഴും നമ്മൾ പ്രൈവസി പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് വാഷിംഗ് ആട്ടോ. ഹാൻഡ് വാഷിംഗ് നമ്മുടെ 7 സ്റ്റെപ്സ് ഓഫ് ഹാൻഡ് വാഷിംഗ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ടെസ്റ്റിൽ എങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ അതേ രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യുക. നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പാം ടു പാം, ബാക്ക് ഓഫ് ദ ഹാൻഡ്സ്, പിന്നെ ഇൻ്റർലേസ്, ഇൻ്റർലോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയും. പിന്നെ എന്താ റൊട്ടേഷൻ റബ്ബിങ് ഓഫ് ദ തമ്പ്, ഫിംഗർ ടിപ്സ്, റിസ്റ്റ് ആൻഡ് ഫോറാം. അപ്പോൾ നമ്മളത് പെട്ടെന്ന് നമ്മൾ അവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന് പെട്ടെന്ന് ചെയ്ത് പഠിക്കണം. നമ്മൾ ഏതൊരു ഉറക്കത്തിൽ ഹാൻഡ് വാഷിങ് ചെയ്യാനായിട്ട് പെട്ടെന്ന് അങ്ങ് നമ്മളെ തന്നെ അങ്ങ് പഠിപ്പിച്ചെടുക്കണം. അപ്പോൾ ആണ് ഹാൻഡ് വാഷിങ് 7 സ്റ്റെപ്സ്. ഇനി ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷനാണ്. നമ്മളെ തന്നെ ഒന്ന് ഭംഗിയായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുക. ഒരു വിഷൊക്കെ ചെയ്ത് നമ്മൾ ഇന്ന ആളാണ്, നമ്മൾ ഇന്ന കാര്യത്തിന് വന്നേക്കുക എന്നുള്ള രീതിയിൽ നമ്മളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ID ആൻഡ് ചെക്ക് അലർജീസ്. 2 കാര്യം ചെക്ക് ചെയ്യണം. ID ചെക്ക് ഉണ്ട്, അലർജി ഉണ്ട്. അതിനകത്ത് അലർജി മറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഈ 2 കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയണം. പിന്നെ നമ്മൾ ID ചെക്ക് ചെയ്യുന്ന നമ്മൾ ട്രയാങ്കിൾ ചെക്ക് എന്നാണ് പറയുന്നത്. ട്രയാങ്കിൾ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻ്റ് ID ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്മുടെ ഒരു പേപ്പർ ഉണ്ടാവും, പേഷ്യൻ്റ് ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയ പേപ്പർ. അല്ലാണ്ട് നമ്മൾ പേഷ്യൻറ്റിൻ്റെ കയ്യിലൊരു റിസ്റ്റ് ബാൻഡ് ഉണ്ടാവും. പിന്നെ നമ്മൾ വെർബലി, അപ്പോൾ നമ്മൾ പേഷ്യനോട് ചോദിക്കുക, പേഷ്യൻ്റെ പേരെന്താണ്, ഞാൻ നിൻ്റെ പേര് അറിഞ്ഞോട്ടെ, നിൻ്റെ പേരൊന്ന് പറയാമോ, നിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നിൻ്റെ ഹോസ്പിറ്റൽ നമ്പർ ഞാൻ നോക്കിക്കോട്ടെ എന്നൊക്കെ ചോദിച്ച് വെർബലിയും റിസ്റ്റ് ബാൻഡും നമ്മുടെ പേപ്പറിലുള്ളതും കറക്റ്റാണോ എന്ന് നോക്കുക. അപ്പോൾ ഇത് 3 കൂടെ കൂടുന്നതാണ് ട്രയാങ്കിൾ ചെക്ക് എന്ന് പറയുന്നത്. വെർബൽ, റിസ്റ്റ് ബാൻഡ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ അസസറോട് പറയണം, അസസർ ഐ ക്യാൻ കൺഫേം ദാറ്റ് ഐ ആം വിത്ത് റൈറ്റ് പേഷ്യൻറ്റ്. അതായത് നമ്മൾ നമ്മുടെ റൈറ്റ് പേഷ്യൻ്റെ അടുത്താണ്. എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ടു ഗെയിൻ കൺസെൻ്റ് ആണ്. അതായത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ പ്രൊസീജിയർ എന്താണ് എന്നുള്ളത് നമ്മൾ പേഷ്യൻ്റെ അടുത്ത് പറയുവാണ്. ഞാൻ ഇന്ന കാര്യമാണ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഒബ്സർവേഷൻ എടുക്കാൻ പോകണേ അതാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാൽബുട്ടമോൾ ഇൻഹലേഷൻ എന്താണെന്ന് വെച്ചാൽ ആ പ്രൊസീജിയർ പറഞ്ഞിട്ട് നമ്മൾ പേഷ്യൻറ്റ് ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചുള്ള കൺസെൻറ്റ് മേടിക്കാൻ നമ്മൾ പേഷ്യൻ്റ് ഓഫ് കോഴ്സ് നീ ചെയ്തോ എന്നാണ് പറയുള്ളൂ. അപ്പോൾ ആ ഒരു കൺസെൻറ്റ് മേടിക്കുന്നതാണ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹൗ ടു യൂസ് ഇത് നമ്മൾ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം. അതായത് എല്ലാ സ്കിൽ സ്റ്റേഷനും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ഞാനീ പറയുന്നത്. നമ്മൾ ചെന്നു, നമ്മുടെ ആ പേപ്പർ എടുത്ത് നമ്മളൊന്ന് ജസ്റ്റ് വായിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് മനസ്സിലായി പേഷ്യൻ്റെ പേര് ഇന്നതാണ്, നമ്മൾ ഇന്ന കാര്യമാണ് ചെയ്യാൻ പോകുന്നത്, ഇന്ന പ്രൊസീജിയറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഈ കാണാപ്പാഠം പഠിച്ചു വെച്ചേക്കുന്ന ഈ സ്പൈസ് നമ്മുടെ മനസ്സിലേക്ക് വരിക. സ്പൈസ് മനസ്സിലേക്ക് വന്നാൽ നമ്മൾ ഒരു സ്റ്റെപ്പ് പോലും മറന്നു പോവില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുക, മൈ സീൻ ഈസ് സേഫ്, പ്രൊവൈഡിങ് പ്രൈവസി ആൻഡ് ഡിഗ്നിറ്റി ടു ദ പേഷ്യൻറ്റ് ബൈ ക്ലോസിങ് ദ ഡോർസ് ആൻഡ് പുട്ടിങ് ദ കർട്ടൻസ് എന്നൊക്കെ പറയുക. അതായത് ഡോർ ക്ലോസ് ചെയ്ത് കർട്ടനൊക്കെ ഇട്ട് നമ്മൾ പ്രൈവസി പ്രൊവൈഡ് ചെയ്ത്, അതായത് അവിടെ ഇത് ഹാൻഡ് വാഷിംഗ് ജെല്ലിരിപ്പുണ്ടാവും, അതെപ്പോഴും ശ്രദ്ധിക്കണം. അത് നന്നായിട്ട് അങ്ങ് ഞെക്കി ഒരുപാട് ഹാൻഡ് വാഷ് കയ്യിലെടുത്ത് അത് ഉണങ്ങത്തുമില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് പതുക്കെ ഞെക്കാവുള്ളൊരു ഇച്ചിരി ഹാൻഡ് വാഷ് കയ്യിലെടുത്തിട്ട് അപ്പോൾ തന്നെ ഹാൻഡ് വാഷിംഗ് അക്കോർഡിംഗ് ടു WHO ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ 7 സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് പാം ടു പാം, ഓവർ ദ ഹാൻഡ്, ഇൻ്റർലേസ് ഫിംഗേഴ്സ്, ഇൻ്റർലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സ്റ്റെപ്സ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്ന 7 സ്റ്റെപ്സ് പടപടപടേന്നും പറഞ്ഞ് ഓരോ സ്റ്റെപ്പും വിശദീകരിച്ച് പറയണ്ട. ഈ പറഞ്ഞ പോലെ ഇൻ്റർലേസ്, ഇൻ്റർലോക്ക്, ഫിംഗർ ടിപ്സ്, റിസ്റ്റ് ആൻഡ് ഫോറാം എന്നൊക്കെ രീതിയിൽ പെട്ടെന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ കൈ ഹാൻഡ് വാഷ് ചെയ്ത് കാണിക്കണം. അത് നമ്മൾ പൈപ്പിൻ്റെ ചോട്ടിലൊന്നും പോയി ചെയ്യുമൊന്നും വേണ്ട. ജസ്റ്റ് അവിടെ നിന്നിട്ട് നമ്മൾ ആ ജെല്ല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ജെല്ല് വെച്ചിട്ട് ചെയ്ത് നമ്മൾ കാണിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്,
അടുത്ത സ്പൈസിൽ എച്ച് കഴിഞ്ഞിട്ട് അയ്യ വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മുടെ പെട്ടെന്ന് മനസ്സിലേക്ക് വരും. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഹലോ ഗുഡ് മോർണിംഗ് മൈ നെയിം ഈസ് ഇന്ന ആളാണ്, ഐ എം ദ നഴ്സ് ലുക്കിംഗ് ആഫ്റ്റർ യു ടുഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാം. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു നമ്മൾ. അത് കഴിഞ്ഞിട്ട് ക്യാൻ ഐ ചെക്ക് യുവർ ഐ ഡി, ഞാൻ നിൻ്റെ ഐ ഡി ഒന്ന് ചെക്ക് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന്, അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് ചെക്ക് ഐ ഡി അലർജി ഉണ്ട്, 2 കാര്യമുണ്ടെന്ന് ചോദിക്കുക. എന്നിട്ട് നമ്മൾ പേഷ്യൻ്റ് റിസ്പാൻഡ് നോക്കിയിട്ട് മേ ഐ നോ യുവർ നെയിം, നിൻ്റെ ഒന്ന് പറയാവോ എന്നൊക്കെ ചോദിച്ച് പേഷ്യൻ്റ് പറയുമ്പോൾ നമ്മൾ റിസ്പാൻഡിൽ നോക്കണം കറക്റ്റ് ആണോ എന്ന്, നമ്മുടെ പേപ്പറിലുള്ളതിൽ കറക്റ്റ് ആണോ എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ചെക്ക് ആയത്, ഡേറ്റ് ഓഫ് ബർത്തും ഹോസ്പിറ്റൽ നമ്പറൊക്കെ നോക്കുക. എന്നിട്ട് നമ്മൾ അലർജി ചോദിക്കുക, ഡു യു ഹാവ് എനി അലർജീസ്, നിനക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ പേഷ്യൻ്റ് അലർജി ഉണ്ടെന്ന് പറയും. അപ്പോൾ നമുക്ക് പറയാം പേഷ്യൻ്റ് ഓൾറെഡി അലർജി ആണെന്നുണ്ടെങ്കിൽ റെഡ് റിസ്പാൻഡ് ആയിരിക്കും ധരിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കാം ഐ ക്യാൻ സീ ദാറ്റ് യു ആർ വിയറിങ് എ റെഡ് റിസ്പാൻഡ്, ഡു യു ഹാവ് എനി അലർജീസ്, ഞാൻ കണ്ടല്ലോ നീ റെഡ് റിസ്പാൻഡാണ്, നിനക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നൊക്കെ. ആ രീതിയിൽ നമ്മൾക്ക് ഒരു രീതി നമ്മൾ തന്നെത്താനെ നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കുക. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ എപ്പോഴും നടക്കണ വഴിക്കും പോകുന്ന വഴിക്കും ഷോപ്പിങ്ങിന് പോകുമ്പോഴൊക്കെ ജസ്റ്റ് മനസ്സിൽ ഈ സ്പൈസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതായത് സ്പൈസ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രൊസീജിയറിലും ഉള്ളതാണ്. അപ്പോൾ നമ്മളത് എത്രമാത്രം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നോ, സ്പീഡിൽ പ്രാക്ടീസ് ചെയ്യുന്നോ, നമ്മൾ അത് പെട്ടെന്ന് തീർത്തിട്ട് നമ്മുടെ പ്രൊസീജിയറാണ് മെയിൻ വരുന്നത്. അപ്പോൾ ആ പ്രൊസീജിയർ ചെയ്യാനുള്ള സമയം നമ്മൾ അവിടെ സേവ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ തീർക്കാൻ നോക്കണം. അത് ഒരു കാര്യം വിട്ടുപോവുകയും ചെയ്യരുത്, അതിനകത്തുള്ള സ്റ്റെപ്പ് ഒന്നും വിട്ടുപോകരുത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഐ ഡി ചെക്ക് ചെയ്ത് അലർജി ചോദിച്ചു. ഇപ്പോൾ അലർജി ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഫെയിൽ ആവത്തില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നത് ആണ് വരുന്നത്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പേഷ്യൻ്റെ പേര് മനസ്സിലായില്ല, അപ്പോൾ ജോൺ എന്നാണെന്നുണ്ടെങ്കിൽ ഹലോ ജോൺ. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോകുന്നത്, ഐ എം ഗോയിങ് ടു ഡു ഇന്ന പ്രൊസീജിയർ. ഇപ്പോൾ എന്താ മെഡിക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ എം ഗോയിങ് ടു ഗീവ് യു ദ മെഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് ഈസ് ആർ ഓക്കെ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുക പേഷ്യൻറ്റിനോട്. അപ്പോൾ പേഷ്യൻ്റ് ഓക്കെ ആണെന്ന് പറയും. അപ്പോൾ നമ്മൾ താങ്ക് യു എല്ലാം പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പ്രൊസീജിയറിലേക്ക് കിടക്കുക. അപ്പോൾ ഇതെല്ലാ പ്രൊസീജിയറിലും ഉള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ സ്പൈസ് എന്ന് പറഞ്ഞ് സേഫ്റ്റി, പ്രൈവസി, ഹാൻഡ് വാഷിങ്, ഇൻട്രൊഡക്ഷൻ, ഐ ഡി ചെക്ക്, അലർജി, പിന്നെ എക്സ്പ്ലനേഷൻ എല്ലാം ഇങ്ങനെ തന്നെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട്. അത് നന്നായിട്ട് പഠിക്കണം കേട്ടോ, സ്പീഡിൽ പറയാൻ പഠിക്കണം. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത ടിപ്പായിട്ടോ അടുത്ത കോഡൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.